സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒന്ന് ഗുരുവായൂരിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുക. ഗുരുവായൂർ അമ്പലത്തിലേക്ക്. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ പിന്നെ സ്ഥലത്തിനെ കുറിച്ച് ആരും ചിന്തിക്കില്ല. ഗുരുവായൂർ അമ്പലമാണല്ലോ നമ്മുടെ മനസ്സിലെ. ഗുരുവായൂർ എന്ന് പറയുന്ന അക്ഷരം വരുമ്പോഴേക്കും തന്നെ ഗുരുവായൂർ അമ്പലമായി, കൊടിമരായി, ഉണ്ണി ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ പയ്യ ഗുരുവായൂർ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സ്മരണ ഗുരുവായൂരമ്പലത്തിലെ ഒരു വിഷയത്തിനെ കുറിച്ചാക്കാം. ഗുരുവായൂരമ്പലത്തിലെ പല വഴിപാടുകളും, എല്ലാ അമ്പലത്തിലും അതെ, പല വഴിപാടുകളും നടക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് ഏതമ്പലങ്ങളിലും ശയന പ്രദക്ഷിണം. ഭക്തൻ കുളിച്ച് ശുദ്ധമായി വന്ന് തൻ്റെ ശരീരത്തിനെ പരിപൂർണമായി സമർപ്പിച്ച് ഭഗവാന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതാണ്, കടന്നുരുളുന്നതാണ് ശയന പ്രദക്ഷിണം. എല്ലാവർക്കും അറിയാം. സാഷ്ടാംഗ നമസ്കാരം ചെയ്തിട്ടാ തുടങ്ങുക. ശരീരത്തിലെ 8 അവയവങ്ങളെയും സമർപ്പിച്ച് അവിടുന്ന് ഉരുളാൻ തുടങ്ങും. ഈ ഉരുളലെ, ഈ ശയന പ്രദക്ഷിണം വളരെ പ്രധാനമാണ്. വഴിപാടുകളിൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ശരീരം സുഖമുള്ളവർ തീർച്ചയായിട്ടും ചെയ്യണം. അത് ഉരുളുമ്പോൾ ഗുരുവായൂരമ്പലത്തിന് പ്രത്യേകിച്ച്, കാരണം നല്ല തിരക്കുള്ള അമ്പലമാണ് ഗുരുവായൂരമ്പലം. അവിടെ ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ശയനപ്രദക്ഷിണം ചെയ്യുന്ന അവരുടെ പിന്നാലെ ഉണ്ണി ഇങ്ങനെ പിന്നാലെ പിടിച്ച് ഇങ്ങനെ നടക്കണം പോലെ തോന്നും നമുക്ക് കണ്ടാൽ. കാരണം ആരും അവരെ സഹായിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ശരിക്കും പ്രദക്ഷിണ വഴിയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ അറ്റം വരെ എത്തും. ഉണ്ണി പിന്നാലെ നടക്കുന്ന നാമം ചൊല്ലിയിട്ട്. ആർക്കും അറിയില്ല ഉണ്ണിയെ. പല വേഷത്തിൽ വന്ന് ആ ശയനപ്രദക്ഷിണം ചെയ്യുന്ന ആളുടെ പിന്നിൽ വിശ്വാസം ഉറച്ചതാണെങ്കിൽ ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളത് പ്രത്യക്ഷമാണ് ശയനപ്രദക്ഷിണത്തിൽ. ഈ ശയനപ്രദക്ഷിണം ആരാണ് ഗുരുവായൂർ അമ്പലത്തിൽ തുടങ്ങി വെച്ചത് എന്നൊരു ഐതിഹ്യമുണ്ട്. അല്ലെങ്കിൽ അമ്പലത്തിൽ ആ വഴിപാടെന്ന് തുടങ്ങിയത് അന്ന് മുതലാ. ഒരു ദിവസം ഭഗവാന്റെ ശിവേലി പുറത്ത് നടന്നുകൊണ്ടിരിക്കുക പ്രദക്ഷിണ വഴിയിൽ കൂടെ. അങ്ങനെ ആനപ്പുറത്ത് ശിവേലി ഭഗവാന്റെ വിഗ്രഹം എഴുന്നള്ളിച്ച് ആ കൊട്ടും പാട്ടും വളക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വടക്ക് കിഴക്കേ ഭാഗത്ത്, ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ എഴുന്നള്ളിപ്പ് അങ്ങോട്ട് എത്തിയപ്പോൾ ഇതാ നമ്മുടെ മഹാനായ ശങ്കരാചാര്യ സ്വാമികൾ, അദ്വൈത ദർശിയായ ആ ശങ്കരാചാര്യ സ്വാമികൾ ഇതാ ആകാശത്ത് കൂടെ ഇങ്ങനെ ആകാശമാർഗം ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ അത് നോക്കി കണ്ടു. എന്നെ കണ്ടിട്ട് ഒന്ന് സ്മരിക്കാതെ പോവാ ശങ്കരല്ലേ, ശങ്കരനെ കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ഈ ലോകത്തിന് വേണ്ടി ചെയ്യിക്കാനുണ്ട്, ഒന്ന് ഇവിടെ ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ഭഗവാൻ വിചാരിക്കലും ആ ശങ്കരാചാര്യ സ്വാമികൾ പെട്ടെന്ന് തന്നെ ആ പ്രദക്ഷിണത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് വീണു. വളക്കന്റെ മുമ്പിലായിട്ട്, ആ കുത്തുവളക്കളുടെ മുമ്പിലായിട്ട് അങ്ങോട്ട് വീണു. ആലോചിച്ച് നോക്കൂ, മഹാഭാഗ്യം. വേണ ഉടനെ ശങ്കരാചാര്യ മഹാപണ്ഡിതനായതുകൊണ്ട്, സർവജ്ഞാനി ആയതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി. ഭഗവാനെ സ്മരിക്കാതെ മുന്നോട്ട് പോയതാണ് എൻ്റെ തെറ്റ്. വളരെ ശ്രദ്ധിച്ചോളൂട്ടോ. നമ്മൾ അമ്പലത്തിന്റെ മുമ്പിലേക്കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ആരാധനാലയങ്ങളുടെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് കൈകൂപ്പി തൊഴുതോളൂ. അങ്ങനെ ആ നിന്ദ ഒരിക്കലും വരരുതേ. അങ്ങനെ ഉടനെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു? ആ തെറ്റിനെ പ്രായശ്ചിത്തമാക്കി അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാറ്റിനെയും സമർപ്പിച്ചുകൊണ്ട് ഉരുളാൻ അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ ആ പ്രദക്ഷിണത്തിന്റെ മുമ്പേ അങ്ങോട്ട് ഉരുണ്ട് ആ ശിവേലിയുടെ പേരിൽ കൂടെ വന്ന് ആ പ്രദക്ഷിണങ്ങൾ അവസാനിച്ചപ്പോഴേക്കും ഭഗവാന് സന്തോഷമാക്കി. ഭഗവാൻ അവിടെ പിടിച്ചിരുത്തി. ഇനി ഇവിടുത്തെ പൂജകൾ ചിട്ടപ്പെടുത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ അന്ന് തുടങ്ങി വെച്ച ശയനപ്രദക്ഷിണം ഇന്ന് ഗുരുവായൂരമ്പലത്തിൽ കുട്ടികളും ആബാലവൃദ്ധം ഒരുമിച്ച് ചെയ്യേണ്ട. തിരക്കുള്ളപ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടാവും. ആ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് തിരക്കിനനുസരിച്ച് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത വിധത്തിൽ. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, എല്ലാ ഭക്തജനങ്ങളും നാമം ചൊല്ലിക്കൊണ്ട് അതിന്റെ പിന്നാലെ അങ്ങോട്ട് കൂടും. ഒരു ഭക്തൻ ഉരുളണ കണ്ടാൽ മതി, എല്ലാവരും പിന്നാലെ വന്ന് ഉരുള. തീർച്ചയായിട്ടും ഈ ശയന പ്രദക്ഷിണം വേണ്ടതുപോലെ ചെയ്ത്
ജീവിതം ധന്യമാക്കാൻ ശങ്കരാചാര്യ സ്വാമികളെ പോലെ ആ ശയനപ്രദേശം വേണ്ടതുപോലെ ഭംഗിയായി ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല പാപങ്ങളും നശിക്കും. ഏത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തൊക്കെ പാപങ്ങൾ ഉണ്ടെങ്കിലും അത് മുഴുവൻ കഴിയാൻ ഒരൊറ്റ ശയനപ്രദേശം മതി. ഗുരുവായൂരപ്പന്റെ മുമ്പില് എല്ലാം സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ അതിന് കാലത്തെ സമയമാണ് ഏറ്റവും നല്ലത്. പുലർച്ചെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടാൽ വയറിനൊരു ഛർദിയോ പ്രശ്നങ്ങളോ ഇല്ലാതെ കഴിയും. ആ ഭഗവാനെ ശരണം പ്രാപിക്കുക, വേറെ ആരെയും ശരണം പ്രാപിക്കണ്ട. ഭഗവാനെ അങ്ങനെ ശരണം പ്രാപിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ സുന്ദരമായ രൂപം, ആ ശംഖചക്രഗദാപത്മമായ ഭഗവാൻ അല്ലെങ്കിൽ വേണുഗോപാലമായ രൂപം എടുത്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ പിന്നാലെ നിന്ന് ആ ഭക്തനെ ശയനപ്രദക്ഷിണം ചെയ്യാൻ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ഈ ശയനപ്രദക്ഷിണം ജീവിതത്തിന്റെ ഒരു വ്രതരിയാക്കി മാറ്റിക്കൊണ്ട് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരുമ്പോൾ അത് പുരുഷന്മാർക്ക് മാത്രമേ സാധ്യമാകൂ. കാരണം 8 അംഗങ്ങളും നിലത്ത് മുട്ടിക്കാൻ അവർക്കേ പാടുള്ളൂ, സ്ത്രീകൾക്ക് പാടില്ല. നമസ്കാരം പോലും അവർക്ക് മുട്ടുകുത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾ അടിപ്രദക്ഷിണമേ ചെയ്യാവൂ. അതുകൊണ്ട് സ്ത്രീകൾ ആ ശയനപ്രദക്ഷിണം നേരാമെന്ന് നേരരുത്, അടിപ്രദക്ഷിണം ചെയ്തോളാം. നാമം ചൊല്ലി സഹസ്രനാമം ചൊല്ലി അടിപ്രദക്ഷിണം ചെയ്ത് അവർക്ക് അവസാനിപ്പിക്കാം. പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും അഹങ്കാരം പോകാനും ഭക്തി ഉള്ളിൽ വേണ്ടതുപോലെ ഭക്തി ജനിക്കാനും കഴിയുന്ന വലിയൊരു വഴിപാടാണ് ഈ ശയനപ്രദക്ഷിണം. ഈ ശയനപ്രദക്ഷിണം ആ ഗുരുവായൂർ അമ്പലത്തിലോ അവനവന്റെ അടുത്തുള്ള അമ്പലങ്ങളിലോ ഏതമ്പലത്തിലായാലും അത് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ശരീരത്തിനെ ശക്തി പ്രാപിക്കാനും പുഷ്ടിപ്പെടുത്താനും ആ ശരീരം കൊണ്ട് ചെയ്ത തെറ്റുകൾ ഇല്ലാതിരിക്കാനും ഒക്കെ നമ്മെ സഹായിക്കുന്ന ഒരു 10 പൈസ വഴിപാടില്ല, ചെലവില്ലാത്ത ഒരു വഴിപാടാണ് ഈ ശയനപ്രദക്ഷിണം. ഇത് ചെയ്യാൻ എല്ലാ ഭക്തജനങ്ങളും മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.